ഡോക്ടറെ മുന്നിൽ വരെ എത്തിയിട്ട് കാര്യം പറയാൻ തിരിച്ചു വന്നേ. എന്താടാ എന്താന്നറിയില്ല, അവരെ കാണുമ്പോ മനസ്സ് തുറന്ന് കാര്യം പറയാൻ പറ്റുന്നില്ല. ഒന്ന് പോടാ. മനസ്സ് തുറന്ന് പറയാൻ അവരോട് നിനക്ക് പ്രണയമൊന്നുമില്ലല്ലോ. നിന്റെ മൂലകുരു കാണിക്കാൻ വേണ്ടിയല്ലേ? മതി പറ, നോട്ടുകാർ മൊത്തം കേട്ടിട്ട് വേണം. ഷഫീക്ക്, ലോകത്ത് ആദ്യമായിട്ട് മൂലക്കുരു വരുന്ന ആൾ ഒന്നുമല്ലല്ലോ നീ. എത്രയോ മഹാന്മാർക്കൊക്കെ മൂലക്കുരു വന്നിട്ടുണ്ട്, നമ്മൾ അറിയാതെതാ. ചിലപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ വരെ മൂലക്കുരു ഉണ്ടാവും. സച്ചിന് മൂലക്കുരു ഉണ്ടായിരുന്നു, നീ കണ്ടിട്ടില്ലേ? ഇല്ല. സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോ മൂലക്കുരു കാണുമടാ. ഇത് എന്ത് വേട ഇത്? എടാ ഷഫീക്ക്, ആദ്യം നിന്റെ ഈ കോംപ്ലക്സ് മാറ്റ്. നാളെ നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, ആയുർവേദം. വേണോ അത്? ഏയ്, നമ്മള് പോയിരിക്കും, വാടാ. അല്ല, ഭയങ്കര വേദനയാണ്, നിനക്ക് അറിയാലോ. എനിക്ക് വയ്യ. നോക്കി നടക്കടാ, അല്ലെങ്കിൽ മൂലകുരു പിടിച്ചവനെ പാമ്പ് കടിച്ചിന് വാർത്ത വരും. മലയാളത്തിൽ നിനക്ക് മൂലകുരുൻ പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞോ. എങ്ങനെ? ഫയൽസ്. ഫയൽസ്. ഓ, റിസപ്ഷനിൽ ഒരു പെണ്ണാണല്ലോ. വാടാ. എവിടെയാ കണ്ടു? ഇല്ല. ഹായ്. ഹലോ. എന്തായിരുന്നു? ഡോക്ടർ ഇല്ലേ? ഡോക്ടർ എത്തുണ്ടല്ലോ. എന്തായിരുന്നു പറഞ്ഞോളൂ. മുട്ടിൽ കുറച്ച് വേദനയുണ്ട്. പേരും അഡ്രസ്സും പറഞ്ഞേ. ഷഫീഖ്, ഷാബി മൻസിൽ, കുന്നിപ്പുഴ, പാറത്തോട്. പാറത്തോട്. ഡോക്ടർ എത്തണ്ടേ? ശരി ശരി. ബൈ. മുട്ടുവേദന എന്ന് പറഞ്ഞ് നന്നായി, അല്ലെങ്കിൽ ആകെ നാറിപ്പോയനെ. എന്തായാലും അവൾക്ക് മനസ്സിലായില്ല. അവൾക്ക് മനസ്സിലായില്ല? എടാ, ഇത് മൂലക്കുറുക്ക് മാത്രമുള്ള ആസ്പത്രിയാ. എന്റെ പൊന്നിക്ക് എന്ത് പണിയാ കാണിച്ചത് നിങ്ങള്? ഞാനാണെങ്കിൽ മുട്ടുവേദന എന്ന് പറയും ചെയ്തു, ആകെ നാണക്കേടായി പോയി. അപ്പൊ ഇവിടെ എല്ലാവർക്കും മൂലക്കുരുവാണോ? എല്ലാവർക്കും മൂലക്കുരുല്ലടാ. ഈ തൂണും തുരുമ്പ് പണിച്ച് ബാക്കി എല്ലാത്തിനും മൂലക്കുരുവാ. വേണ്ടായിരുന്നു. ചേട്ടന് എന്ത് പറ്റി? മുട്ടുവേദനയാ. അപ്പൊ കറക്റ്റാ. മാറാൻ പാടാ. അനിരുദ്ധൻ, അയ്യോ, അനിരുദ്ധൻ, ഇവിടെ നിൽക്കുകയാണോ? പോയി മരുന്നുമായിട്ട് വാടോ. ഹായ് മൂലക്കുരു. ഇയാൾക്കെന്താ അസുഖം? അത് മൂലക്കുരു. മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലേട്ടാ, മുണ്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് തുറന്നു കാണിക്കും? ജീൻസ് ഇട്ടോണ്ട് വന്നിരിക്കണു. തന്റെ മൂലക്കുരു ഡോക്ടർക്ക് കാണണ്ടേ? എന്റെ പൊന്നെ, തന്റെ മൂലക്കുരുവിന്റെ വ്യാപ്തി വലിപ്പം ഒക്കെ ശരിക്കും കണ്ടാലേ ഡോക്ടർക്ക് കറക്റ്റായിട്ട് മരുന്ന് എഴുതി തരാൻ പറ്റൂ. സൂക്കേട് മാറണ്ടേ? എന്റെ പൊന്നേട്ടൊന്ന് പതിയെ പറ. എനിക്കിങ്ങനെ പതുക്കെ പറയാനേ അറിയൂ. ഇതിലും പതുക്കെ എങ്ങനെ പറയാ? ജീൻസ് ഇട്ടോണ്ട് വന്നിരിക്കുന്നു ഒരു മൂലക്കുരുക്കാരൻ. എന്നാ എടോ, ഡോക്ടർ പരിശോധിക്കുമ്പോ ഇത് കൊടുക്കണം. വേഗം കയറി ചെല്ലു ഡോക്ടർ അടുത്തേക്ക്. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ. ഇരിക്കണോ? വേണ്ട ഡോക്ടർ, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ. അതൊക്കെ നമുക്ക് ശരിയാക്കാം, താനാദ്യം ഇരിക്കേ. ഇരിക്കണോ? ഷെഫീഖ് എന്ത് ചെയ്യുന്നു? അക്കൗണ്ടന്റാ. ആ, അപ്പൊ ഇരുന്നുള്ള പണിയാ. അതെ ഡോക്ടർ, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി തരണം, ഭയങ്കര വേദനയാ. എടോ, ഞാൻ എത്രയോ മൂലക്കുരു കണ്ടിട്ടുള്ളതാ. തന്റെ മുഖം കണ്ടാലറിയാം ഈ കുരു അത്ര വലിയ ഭീകരനൊന്നുമല്ല. നമുക്ക് 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് വേണം, ഇവിടെ തന്നെ നിൽക്കണം. അയ്യോ, അപ്പൊ എങ്ങനെയാ, ഇപ്പൊ തന്നെ അഡ്മിറ്റ് ആവുകയല്ലേ? ഡോക്ടർ, ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് നാളെ അഡ്മിറ്റ് ആയാലോ? അയ്യോ, നാളെ മുതൽ 1-2 ദിവസത്തേക്ക് ഞാൻ ഫ്രീ അല്ല. ആണോ? ഇതല്ലാതെ ഇടവേളകളിൽ ചില അഭിനയ പരിപാടികളൊക്കെ ഉണ്ടേ. സാറിനെ ആർക്കറിയാത്ത ഡോക്ടറിന്റെ അടിവാരത്തിലെ ഹരിദാസ് അടിപൊളിയായിട്ടുണ്ട്. ആണോ? ആരാധകർക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഞാനും സാറിന്റെ സീരിയലിന്റെ വലിയ ഫാനാ. ആഹാ, അപ്പൊ താൻ നമ്മുടെ ആളാ. എടോ, നമുക്കിതൊരു പൂ പറിക്കുന്ന ലാഘവത്തോടെ എടുത്ത് കളയാവുന്നല്ലേ ഉള്ളൂ. താൻ അങ്ങോട്ട് കയറി കിടക്ക്. ഗോപി സാർ. എടോ ഗോപി സാർ, വാടോ ഇങ്ങോട്ട്. ഞാൻ എടോ, മൂലക്കുരു വെച്ചിട്ട് ആരെങ്കിലും പാൻറ് ഇട്ട് നടക്കുവോ? കേറണോ അങ്ങോട്ട്?
വരുന്നുണ്ട് ചേട്ടാ. അതൊക്കെ പറയടോ. ആരെ വിളിച്ച് തന്റെ ഗുരു പൊട്ടല്ലേ? ബെഡ്ഷീറ്റ് എടുത്തൊന്ന് ഉടുക്ക്, ഞാനൊന്ന് കാണട്ടെ. ഏ? അല്ല ഡോക്ടർ കാണട്ടെ. എടോ ഒന്ന് കുനിഞ്ഞു നിക്കേ. ഡോക്ടർ ഇയാൾ മിണ്ടാണ്ടിരിക്കാൻ പറ. എന്തുവാണത്? റംബുട്ടാനോ? ഇത് വെച്ചിട്ട് താൻ എങ്ങനെയാണ് ഇത്ര നാൾ ജീവിച്ചത്? ഇയാള് പോക്കിറങ്ങിപ്പോയി. അല്ല ഞാൻ എടോ, ഒരു ചെറുപ്പക്കാരൻ മൂലക്കുരുവായിട്ട് വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഞാന്- അയാൾക്ക് എന്തുമാത്രം മാനസികമായ വിഷമുണ്ടായി കാണും. ബ്ലഡി ഫൂൾ ഔട്ട്. എടോ അനിരുദ്ധൻ, മരുന്നുമായിട്ട് പോടോ. തിരുവില്ലാതെ ഷെഫിക്ക് കൂടെ വന്ന ആളെവിടെ? പുള്ളി ഡ്രസ് എടുക്കാൻ പോയി. ചേച്ചി മരുന്ന് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ, ഇതല്ലേ? ആ അത് തന്നെ. ആ എങ്ങനെയുണ്ട് ഇപ്പൊ മുട്ടുവേദന? കുഴപ്പമില്ല. ഷെഫിക്കിന് നല്ല കോംപ്ലക്സ് ഉണ്ടല്ലേ? ലേശമുണ്ട് മാഡം. ഈ മൂലക്കുരു എന്നൊക്കെ പറഞ്ഞാൽ ആകെ നാണക്കേട് കേസാ. എല്ലാവരും കളിയാക്കും. മനസ്സ് തുറന്ന് കാര്യം കൂടി പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുന്നിൽ ഞാനൊരു കോമഡി പീസാ. കോമഡി പീസോ? എന്നിട്ട് എനിക്കങ്ങനെ കണ്ടിട്ട് ചിരിയൊന്നും വരുന്നില്ലല്ലോ. എടോ, തൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉപ്പാക്കുണ്ട്. ആ, ഈ പ്രഷറും ഷുഗറും ഒക്കെ ഇൻക്യൂറബിൾ ആണ്. എന്നാലും അതൊന്നും തുറന്നു പറയാൻ ആർക്കും മടിയില്ല. ഷഫീഖിന് പൈൽസ് അല്ലേ? അല്ലേ? പൈൽസാണ്. ആ, പൈൽസ് ക്യൂറബിൾ ആണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് കുറച്ച് നാൾ മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായിട്ടും ഭേദാവുന്ന അസുഖം. അതിനിത്രയും കോംപ്ലക്സിന്റെ കാര്യമൊന്നുമില്ല. താൻ ആള് സ്മാർട്ടല്ലേ? താൻ എത്തിയത് റൈറ്റ് പ്ലേസിലാ കേട്ടോ. ഓക്കെ മാഡം. ശരി, അപ്പൊ ഞാൻ ഇറങ്ങാണ്. ആ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേട്ടോ. ഓ ആ കഷായം കുടിക്കാൻ മറക്കരുത്. ശരി മാഡം. ശരി. മാഡം പേരെന്താ? മെർലിൻ. ഓക്കെ മാഡം. പൊൻപുലരികൾ പോരുന്നേ, പൊൻപുലരികൾ പോരുന്നേ, പുഞ്ചിരിയായി വെയിൽ നാളം. ഹലോ, മണിയൊക്കെ കിട്ടിക്കോളും. എനിക്ക് പെണ്ണ് കാണേണ്ട. ആദ്യം പെണ്ണ് കട്ടിച്ചതാ. ഞാൻ തിരിച്ചു വിളിക്കാം. ആ. എവിടെ പോണേ? ഞാൻ ഷെഫീക്കിന് കുറച്ച് ഓറഞ്ച് മേടിച്ചോണ്ട് കേട്ടെ. എടാ, ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആറഞ്ച് ആപ്പിൾ മേടിച്ചു കൊടുക്കണമെന്ന് പറയുന്നതൊക്കെ പാവപ്പെട്ടവന്റെ ചിന്താഗതിയാ. പണക്കാർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. അതെന്താ? പറയാം. ഇപ്പോ അംബാനിയുടെ മോള് പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ടാറ്റാവും ബിർലാവും കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ടാറ്റ ബിർല എടുത്ത് പറയുമോ, വാലിയെ നമുക്ക് 1/2 കിലോ ഓറഞ്ച് മേടിച്ചു കൊണ്ട് പോവാമെന്ന്? അങ്ങനെ പറയുമോ? ഇല്ലല്ലോ. ഒരിക്കലും പണക്കാർ അങ്ങനെ ചിന്തിക്കില്ല. ദിസ് ഇസ് റാങ്. கொஞ்சம் லாஜிக்கலா திங்க் பண்ணு ரமேஷா. வாடா.